ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇരിഞ്ഞാലക്കുട പിണ്ടിപ്പെരുന്നാളിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ജനുവരി 6, 7, 8 ദിവസങ്ങളിലാണ് ഇവിടെ പിണ്ടിപ്പെരുന്നാൾ വരുന്നത്. ഇത് ശനിയാഴ്ച ദിവസത്തെ ഇരിഞ്ഞാലക്കുട ഡാണാവിലുള്ള കാഴ്ചയാണ്, മെയിൻ ജംഗ്ഷനിലുള്ള കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ പോന്നപ്പോൾ അങ്കമാലി തൊട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടെ എത്താറായപ്പോഴേക്കും മഴ നിന്നു. അപ്പോൾ ഈ നാട്ടുകാരനായ ഇന്നസെൻ്റ് മരിച്ചിട്ട് 1 വർഷം തികയുന്നുള്ളൂ മാർച്ചിലേക്ക്. അപ്പോൾ ഈ പെരുന്നാളിന് ഇന്നസെൻ്റ് ഇല്ല. എല്ലാ വർഷവും ഇന്നസെൻ്റ് ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു പെരുന്നാളായിരുന്നു ഇരിഞ്ഞാലക്കുട പിണ്ടിപ്പെരുന്നാൾ. ഇത് ഇരിഞ്ഞാലക്കുട പള്ളിയുടെ സെമിത്തേരിയാണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇന്നസെൻറ്റിൻ്റെ കല്ലറ കാണാം. ഇത് കിഴക്കേ പള്ളിയുടെ സെമിത്തേരിയാണ്. അപ്പോൾ ഇവിടെയാണ് ഇന്നസെൻറ്റിൻ്റെ കല്ലറ ഉള്ളത്. അപ്പോൾ 2 സെമിത്തേരി ഉണ്ട്. പടിഞ്ഞാറ പള്ളിക്കും സെമിത്തേരി ഉണ്ട്. ഇത് തിങ്കളാഴ്ച ദിവസം പള്ളിയിലേക്ക് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇരിഞ്ഞാലക്കുടയിലെ പെരുന്നാൾ കാണാൻ ഇന്നസെൻ്റ് എപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഇന്നസെൻ്റ് ആ ദിവസം മാറ്റി വെച്ച് ഈ വീട്ടിൽ ഉണ്ടാവും ഇന്നസെൻ്റ്. അപ്പോൾ തിരുനാളിൻ്റെ പ്രദർശനമൊക്കെ പോകുമ്പോൾ ഇന്നസെൻ്റ് വീടിൻ്റെ മുകളിൽ നിന്നിട്ട് ആ പ്രദർശനമൊക്കെ കാണുമായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഇന്നസെൻ്റ് ആ പ്രദർശനം ഇന്നസെൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വർഷം അദ്ദേഹം ഇല്ല. അപ്പോൾ ഞാനെപ്പോഴും പെരുന്നാളിൻ്റെ സമയത്താണ് ഇന്നസെൻറ്റിനെ കാണുക. ആ സമയത്ത് എപ്പോഴും വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടാവും. ഇന്നസെൻറ്റിന് ഇരിഞ്ഞാലക്കുടയിലെ ഏത് തിരുനാളും ഇന്നസെൻറ്റിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്രൈസ്റ്റ് കോളേജിലെ തിരുനാളിനും ഇന്നസെൻ്റ് വരുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു നിമിഷം ആ നല്ല കലാകാരനെ ഓർക്കാം. ഇതൊരു അമ്പ് കടന്നു പോയതാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസവും ശനിയും തിങ്കളാണ് ഇവിടെ അമ്പുള്ളത്. ഞായറാഴ്ചയാണ് ഇവിടെ തിരുനാൾ വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ലൈറ്റുകൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഈ ഷോപ്പിലെ അവർ വെച്ചിരിക്കുന്ന പിണ്ടിയാണ്. ശനിയാഴ്ചത്തെ അമ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ സ്റ്റാൻഡിൻ്റെ ഭാഗത്താണ് ഞങ്ങളിപ്പോൾ കുറച്ച് നീങ്ങിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ 11:30 ആയിട്ട് പോലും സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്ന് അമ്പ് ഇതുവരെയും അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം നിന്ന് അവിടെ നോക്കി നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പള്ളിയിലേക്ക് പോവാണ്. ഇത് ഇരിഞ്ഞാലക്കുടയുടെ മെയിൻ ജംഗ്ഷനായ ഡാണാവിലേക്കുള്ള വഴിയിലുള്ള പന്തലാണ് ഈ കാണുന്നത്. ഇതുപോലെ പല സ്ഥലത്തും ഇതുപോലെ പന്തലുണ്ട്. സ്റ്റാൻഡിൻ്റെ ഭാഗത്തും ഇതുപോലെ ഒരു പന്തൽ മണ്ഡപത്തിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഡാണാവിക്കൂടെ അവിടെയൊന്നും നമ്മളെ കടത്തി വിടുന്നില്ല, കാറുകളൊന്നും കടത്തി വിടുന്നില്ല. പിന്നെ നമ്മൾ പള്ളിയുടെ ബാക്കിൽ കൂടെയാണ് നമ്മൾ പള്ളിയിലേക്ക് കയറുന്നത്. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയിട്ട് നേർച്ചയിടാന്നുള്ള രീതിയിൽ ശനിയാഴ്ച തന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. അപ്പോൾ മുൻ വർഷത്തെ പോലെ ഈ വർഷം ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വളരെ കുറവാണ്. ഈ ഭാഗത്തൊക്കെ ആദ്യം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നതാണ്. ഈ പ്രാവശ്യം ലൈറ്റുകൾ വളരെ കുറവാണ്. മഴയാണ് കാരണം. ഇടയ്ക്ക് മഴ പെയ്യും. 2 ദിവസം മുമ്പൊക്കെ ഇവിടെ തലേ ദിവസമൊക്കെ മഴ പെയ്തുകൊണ്ടായിരിക്കും ആൾക്കാർ ലൈറ്റൊക്കെ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിണ്ടി മത്സരമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അധികം പിണ്ടികളൊന്നും ഈ പ്രാവശ്യം ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. ഇത് പള്ളിയിലേക്ക് പോകുന്ന പള്ളിയുടെ ബാക്ക് സൈഡിലുള്ള കവാടാണ്. സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും അമ്പൊക്കെ കുറച്ച് വരേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ സമയത്ത് അമ്പൊക്കെ വന്ന് അതിൻ്റെ കൊട്ടൊക്കെ കേൾക്കാറുള്ളതാണ്. ഈ പ്രാവശ്യം എല്ലാം നേരം വൈകിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പള്ളിയുടെ വ്യവസ്ഥ ഒരൊറ്റ അമ്പ് പോലും വന്നിട്ടില്ല. ഇപ്പോൾ പള്ളിയിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. പള്ളിയിൽ നല്ലോണം ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. സാധാരണയിൽ കൂടുതൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം പ്രവാസികളുടെ ഒരു പന്തൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ കുറേ നേരം നോക്കി നിൽക്കണം. അത്രമാത്രം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു പള്ളിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിന് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. അവിടെ വളരെ സ്ലോവിലാണ് പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നതുള്ളൂ. കുറച്ച് സമയമുണ്ട് പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. കുറേ നേരം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരമാണ് ഇവിടെ വീഡിയോ എടുത്തത്.
പ്രവാസികളുടെ പന്തലാണ് ഈ കാണുന്നത്. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർ അതുമേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നല്ല രസമുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അത് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു അവരുടെ പന്തലുണ്ടായിരുന്നത്. പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഒന്നോരെടുത്താലും തീരില്ല, അത്രമാത്രം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് പള്ളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:15 അത്യാവശ്യം തിരക്കുണ്ട് പള്ളിയിൽ. അപ്പോൾ ഇപ്പോൾ ഒരു അമ്പ് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരമായിട്ട് ഒരൊറ്റ അമ്പ് പോലും പള്ളിയിൽ കയറിയിട്ടില്ല. ഇപ്പോഴാണ് ഒരമ്പ് വരുന്നത്. അപ്പോൾ സ്റ്റാൻഡിൽ നിന്നുള്ള അമ്പൊന്നും ഇപ്പം എത്തില്ല, കാരണം അത് വെളുപ്പിനൊക്കെ ആവും അമ്പ് പള്ളിയിൽ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 12:30 ആയി സമയം. അപ്പോൾ ഞങ്ങളന്ന് നേർച്ചയിട്ടിട്ട് ഞങ്ങൾ വേഗം വീട്ടിൽ പോയി. അപ്പോൾ ശനിയാഴ്ചയിലത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ശനിയാഴ്ചയിലത്തെ കാഴ്ചകൾ ഇനി തിരുനാൾ ദിവസമായ ഞായറാഴ്ചയിലത്തെ കാഴ്ചകളാണ് കാണാം. ഇതിപ്പോൾ തിരുനാൾ ദിവസം ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതാണ്. ഇത് സിനിമാ നടൻ ഇടവേള ബാബുവിൻ്റെ കടയുടെ ഫ്രണ്ടിലുള്ള പിണ്ടിയാണ്. അത് നല്ല ഭംഗിയുള്ള ഒരു പിണ്ടിയായിരുന്നു അത്. അപ്പം ഞങ്ങൾ കാറ് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ നടന്നാണ്, കുറച്ച് വഴിയുണ്ട്. അപ്പം നടന്നാണ് പള്ളിയിലേക്ക് പോകുന്നത്. മിക്കവരും അങ്ങനെ തന്നെയാണ്, റോഡിൻ്റെ സൈഡിലൊക്കെ കാറ് പാർക്ക് ചെയ്തിട്ട് നടന്ന് തന്നെയാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ നല്ല തിരക്കാണ് അതുകൊണ്ട്. അപ്പോൾ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനി പള്ളിയിൽ എത്തിയിട്ടാണ് വെടിക്കെട്ടുണ്ടാവുമെന്ന് അറിയുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുവിധം ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പള്ളിയുടെ ആ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഭംഗിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെടിക്കെട്ട് തുടങ്ങുന്നതിൻ്റെ 2-3 മിനിറ്റ് മുമ്പ് തന്നെ മഴ നിന്നിരുന്നു. അപ്പോൾ വെടിക്കെട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ സാധാരണ അപേക്ഷിച്ച് പള്ളിയിൽ പ്രാവശ്യം വെടിക്കെട്ട് നല്ലോണം കുറവാണ്. വലിയ വെടിക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇത്രയും ഇതായിട്ടൊന്നുള്ള വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരുനാൾ ദിവസം ഈ പ്രാവശ്യം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഭയങ്കര തിരക്കായിരുന്നു തിരുനാളിന്. ഈ പ്രാവശ്യം തിരക്ക് കുറവായിരുന്നു. ഒന്നാമത് മഴയാണ് കാരണം, പിന്നെ വെടിക്കെട്ടും തീരെ കുറവായിരുന്നു. അപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ കുറച്ച് വെടിക്കെട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ മടങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇതൊരു വീടിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഇത് തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി വീട്ടിൽ അമ്പ് കൊണ്ട് വെച്ചേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് തിങ്കളാഴ്ച ദിവസമാണ് അമ്പ് വരുന്നത്. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോകാനാണ് ഇപ്പോൾ അവർ വരുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെ അമ്പ് കൊണ്ട് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ ചെണ്ട ഒക്കെ കൊട്ടി അവർ വന്ന് അത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ തിങ്കളാഴ്ച കാലത്ത് ഞങ്ങൾ വീണ്ടും പള്ളിയിലേക്ക് പോന്നു. ഇത് കിഴക്കേ പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കിഴക്കേ പള്ളിയും പടിഞ്ഞാറപ്പള്ളിയും ഒരേ സ്ഥലത്ത് തന്നെയാണ്, അടുത്തടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ, അത് തിരുനാൾ ഡെക്കറേഷൻ ചെയ്യുമ്പോഴും രണ്ട് പള്ളിയിലും ഒരുമിച്ച് തന്നെയാണ് ഡെക്കറേഷനൊക്കെ ചെയ്യുക.
അപ്പോൾ ഇത് പടിഞ്ഞാറ പള്ളിയുടെ ഉൾവശമാണ് കാണുന്നത്. അപ്പോൾ പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ തിങ്കളാഴ്ച ഉച്ച സമയത്താണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നും അമ്പ് വന്ന് കുറച്ച് അമ്പ് വന്ന് ഇന്നും രാത്രി പള്ളിയിൽ വന്ന് കയറും. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം വീണ്ടും മഴ തുടങ്ങി. അപ്പോൾ വൈകുന്നേര സമയത്താണ് കേട്ടോ മഴ എപ്പോഴും തുടങ്ങുന്നത്. ഒരിക്കൽ പോലും ഇതുപോലെ പെരുന്നാളിന് ഇങ്ങനെ മഴ പെയ്ത ഒരു സമയം ഉണ്ടായിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് തിരുനാളിൻ്റെ ആ സമയത്ത് മഴ പെയ്തത്. ഇത് ആദ്യമായിട്ടാണ് 3 ദിവസവും അടുപ്പിച്ചതുപോലെ മഴ പെയ്യുന്നത്. ഒരുവിധം നല്ലോണം മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യണോണ്ട് അമ്പ് വരുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോകുന്നുണ്ടായിരുന്നു, മഴയും പെയ്യുന്നുണ്ട്. മഴ ഒരുവിധം നല്ലോണം മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ അമ്പ് വരുന്നുണ്ടോയെന്ന് പുറത്തിറങ്ങി നോക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീടാണ്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ പടക്കം പൊട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അവർ അമ്പ് വരുന്നതിന് മുമ്പേ ഓരോന്ന് പൊട്ടിച്ചു തുടങ്ങി. അപ്പോൾ അമ്പ് വരുന്നതിന് മുമ്പ് ഇപ്പം ഞങ്ങളുടെ വീട് ജംഗ്ഷനിലായതുകൊണ്ട് ആൾക്കാർ വന്നൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പടക്കം പൊട്ടിക്കാൻ കറക്റ്റ് പറ്റില്ല. അപ്പം ഞങ്ങൾ അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പടക്കം പൊട്ടിച്ചത്. ഫ്രണ്ടിലാണെങ്കിൽ ഹോസ്പിറ്റലാണ്. അപ്പം ഞങ്ങൾ വേഗം പടക്കം പൊട്ടിച്ച് തീർക്കാണ്. ഇപ്പോൾ മോളിൽ പോയിട്ട് അധികം പൊട്ടുന്നുണ്ടായിരുന്നില്ല, ഒക്കെ നിലത്തിട്ട് ഇങ്ങനെ ചിതറി പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒന്നാമത് മഴയായ കാരണം പടക്കവും ഒരു തണുത്തിട്ടുണ്ടാവും. പിന്നെ താഴ്ത്ത് വെച്ചിട്ട് പൊട്ടിക്കുമ്പോൾ അവിടേക്ക് ഉള്ളത് കൊണ്ടായിരിക്കും എന്തോ പടക്കമൊക്കെ ആകെ ചിതറി ആണ് പോയത്. ഞങ്ങളുടെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്പ് വന്നു. ഒരു 10 മണി കഴിഞ്ഞപ്പോഴേക്കും അമ്പ് ഇവിടെ എത്തി. അമ്പ് വരുന്ന നേരമായപ്പോഴേക്കും മഴ നിന്നു കേട്ടോ. കറക്റ്റ് ആ എന്ത് പരിപാടിയുടെയും കറക്റ്റ് ആ സമയമാകുമ്പോൾ മഴ നിൽക്കുകയാണ്. ഈ സമയത്ത് ഇപ്പോൾ മഴയില്ല. അപ്പോൾ ഞങ്ങളുടെ ജംഗ്ഷനിൽ കുറച്ച് നേരം നിന്ന് കൊട്ടിയിട്ടാണ് പോകുള്ളൂ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ ഭാഗം എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ അപ്പോഴേക്ക് വീട്ടിലേക്ക് പോയി. ഇത് വരാൻ കുറേ സമയം എടുത്തു. അപ്പോൾ ഈ കൊല്ലം എനിക്ക് അമ്പ് കാണാനും ഒക്കെ പറ്റി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.